ഹലോ, അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൊമസ്റ്റിക്കിൽ നിന്നാണ്. ബിക്കോസ് ഞങ്ങൾ ഫുക്കറ്റിലേക്കാണ് ഫ്ലൈറ്റിന് പോകുന്നത്. അപ്പൊ ഫുക്കറ്റിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്കില്ല. സോ ഞങ്ങൾ നമ്മുടെ ചെന്നൈ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ ഞങ്ങളെക്കാളും ഏറ്റവും ഫോക്കസ് പോരാൻ പോണത് ഞങ്ങളുടെ അമ്മമാരിലാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. യെസ്, ഇവരെ ഞങ്ങളേലും ചെത്ത് സ്റ്റൈലായിട്ട്, കാര്യം ഞങ്ങളാണ് ഇവർക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തെന്നുണ്ടെങ്കിലും ഞങ്ങളേലും ചെത്തായിട്ട് നടക്കുന്നത് ഇവരാണ്. ഓക്കെ, അപ്പൊ അതെ അതെ, ഇങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചില്ലായിരുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. നമുക്ക് 9:55 നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി. ഇനി നമുക്ക് ചെക്കിൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി വെബ് ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി നമുക്ക് പിന്നീട് കാണാം. സ്റ്റേ ട്യൂൺ ടു തായ്ലൻഡ്. ഓക്കെ, ബൈ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡൊമസ്റ്റിക്കിൽ, ഞാൻ ഇന്റർനാഷണൽ ആണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ കയറി കഴിഞ്ഞപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കണ്ടു. അതായത് ചെക്കിൻ ബാഗേജിനകത്ത് ക്യാരി ചെയ്യാൻ പാടില്ലാത്ത പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ സാധനങ്ങൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് ഇവിടെ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും ബാറ്ററീസ്, അതുപോലെ പല തരത്തിലുള്ള സ്പ്രേ പെയിൻറ്റേഴ്സ്, പിന്നെ കൊപ്രൊക്കെ കണ്ടോ, പിന്നെ തീപ്പെട്ടി, കൊപ്ര ഉറുമ്പിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കൊപ്രൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൈക്ക് തീ പടരാനുള്ള സാധ്യതയുണ്ട്, ഉണങ്ങിയ കൊപ്രല്ലേ, അതുകൊണ്ട്. പിന്നെ അതുപോലെ ഫയർ വർക്ക്സ്, പിന്നെ ഇങ്ങനെ പോപ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മാഗ്നറ്റ്, അങ്ങനെയുള്ളതൊന്നും തന്നെ നമ്മൾ ക്യാരി ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ അടുത്ത ടൈം വരുമ്പോൾ പിന്നെ അതുപോലെ മറ്റേ ഇൻസെക്ട്സിനൊക്കെ അടിക്കുന്ന മരുന്നുകൾ, അത്തരത്തിലുള്ളതൊന്നും ക്യാരി ചെയ്യാൻ പാടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ ഈ ഒരു സംഭവം കാണുകയാണെങ്കിൽ മൈൻഡിൽ അല്ലെങ്കിൽ ഒരു പിക്ചർ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ലെവൽ 4 കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഓടിപ്പോയി എടുത്തിട്ട് വന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട്. സോ ഞങ്ങളുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോർഡിംഗ് ഗേറ്റിൽ വന്നിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി അനൗൺസ്മെന്റ് കേൾക്കുമെന്ന് അനൗൺസ് ചെയ്താൻ കൊതിയാവുന്നുണ്ട്. ഒന്ന് കയറി വാങ്ങിയിട്ട് ചെയ്താലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് ഓഫ് മൈ ജോബ് വാസ് അനൗൺസ്മെന്റ് ആയിരുന്നു. കാര്യം അതൊക്കെ പേടിയായിരുന്നു ചെയ്യാൻ, പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്ന് വെറുതെ പറയണോ? നമ്മളുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30 ഇപ്പം എത്ര മണിയായി? 8 മണി ആവുന്നുള്ളൂ അല്ലേ? ഒരു 8 o'clock ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ ഒരു 9:30 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ടൈം ഉണ്ട്. ഗേറ്റ്സ് ഒക്കെ ഓപ്പൺ ആവുള്ളൂ. മര്യാദയ്ക്ക് നോക്കിയിട്ട് പോയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഭയങ്കര റഷായിരുന്നു. ജോലിക്കും അങ്ങനെയൊക്കെ പോകുന്നോണ്ട് ഇച്ചിരി ടൈം കുറവായിരുന്നു. ഓടിപ്പാഞ്ഞാണ് എല്ലാം ചെയ്തത്. പർച്ചേസിങ് പോലും മര്യാദയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഡ്രസ്സൊന്നും മര്യാദയ്ക്ക് ഇട്ടിട്ട് പോലും ഇല്ല. ഇവിടെ ഒരാൾ UK ന്ന് കേരളത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അവിടെ വന്നപ്പോൾ അതിലും വലുത്. ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റ് ആക്കിയത് ഇവിടെ. അപ്പൊ ഇത്രയും വരെ എത്തി. ഗേറ്റിൽ വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ചെന്നൈ ചെന്നിട്ട് ഒരു ഏകദേശം 11:30 ആകുമ്പോഴേക്ക് എത്തുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വേറെ ഡിലേ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് എൻ്റെ അനൗൺസ്മെന്റ് പറഞ്ഞ് നോക്കണം എന്നൊരു ചെറിയ ആഗ്രഹം. സോ ലെറ്റ് മി ജസ്റ്റ് ട്രൈ. ഇപ്പോൾ 7-8 months ആയി ഞാൻ ഇറങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ അനൗൺസ്മെന്റ് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാനിപ്പോഴും പറഞ്ഞു നോക്കാറുണ്ട്. ഓക്കെ, സോ good evening, ladies and gentlemen. This is boarding announcement for passengers traveling on Air Arabia, flight number G9427 to Sharjah. We would like to invite passengers seated in rows 25 to 29 to board the aircraft through gate number 5. Thank you. ഇതാണ് ഇംഗ്ലീഷിൽ. ഇനി നമുക്ക് മലയാളത്തിൽ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഇതിപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അനൗൺസ്മെൻ്റ് ആണ്. മലയാളം പക്ഷേ എനിക്ക് ഓർമ്മ ഉണ്ടാവോ? പറഞ്ഞോ കേട്ടോ. ദയവായി ശ്രദ്ധിക്കുക. എയർ അറേബ്യ വിമാനം G9423 ഷാർജയിലേക്ക് പോകുന്ന യാത്രക്കാർക്കുള്ള അറിയിപ്പാണിത്. ബോർഡിംഗ് വരികളായി നടക്കുന്നതാണ്. സീറ്റ് നമ്പർ 25 മുതൽ 29 വരെ നിരകളിരിക്കുന്ന യാത്രക്കാരെ വിമാനത്തിലേക്ക് ബോർഡ് ചെയ്യാൻ ക്ഷണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാത്തിരുന്നതിൽ നന്ദി. ഇതാണ് ഞങ്ങളുടെ അനൗൺസ്മെൻ്റ് ആയിരുന്നത്. G9 ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോൾ. ഇപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഗുഡ് മോർണിംഗ് ഫ്ലൈ ദുബായ്, ദിസ് പല്ലവി, ഹൗ മേ അസിസ്റ്റ് യു, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആകെ സങ്കടമുള്ളത് ഈ ഒരു സംഭവത്തിലാണ്. ലൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഓക്കെ, വാട്ട് എവർ. ഇപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് വരട്ടെ. അപ്പം അടുത്ത് കാണാം. ഇപ്പോൾ ഞങ്ങൾ ചെന്നൈ എയർപോർട്ടിലെത്തി. സോ
ഡൊമസ്റ്റിക്കിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡിപ്പാച്ചർ എന്ന് പറയുന്നത് 2 മണിക്കാണ്, 2 സംതിങ്. സോ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എത്തണമല്ലോ. പക്ഷെ നമുക്ക് ചെക്കിൻ ബാഗേജ് ഒന്നുമില്ല, ക്യാരി ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് അടുത്ത ഫ്ലൈറ്റ് വെച്ച് കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ആക്ച്വലി ഈ ഫ്ലൈറ്റ് കുറച്ച് ഓട്ടപ്പോച്ചിലായിരുന്നു. ഒന്നും തന്നെ വാഷ്റൂം സമയം കിട്ടിയില്ല, ഓടിയാണ് പോയിട്ട് വന്നത്. ഈ ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നു, മറ്റേ ഫ്ലൈറ്റ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ലേറ്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഞങ്ങളാണ് തോന്നുന്നത് ഏറ്റവും ലാസ്റ്റ് ചെക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് ഓടിയാണ് വന്നത്. പിന്നെ ടെർമിനൽ ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി ടൈം എടുത്തു. നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതെന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. എന്തോ ഇച്ചിരി കളർഫുള്ളായിട്ടുണ്ട്. മഷ്റൂമോ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതിന് നല്ല എരിവുണ്ടല്ലോ. കാണുമ്പോൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടോ. നല്ല എരിവുണ്ട്, പക്ഷെ കൊള്ളാം. മധുരമില്ല. ഇനിതാ നമ്മൾക്ക് എന്തോ സംതിങ്, ഐ ഡോണ്ട് നോ, whatever, ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം, കുഴപ്പമില്ല. ഇത്തിരി പോകത്തിൻ്റെ വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടു, രണ്ടും ഇഷ്ടപ്പെട്ടു. ഇതിന് ഇച്ചിരി പോകുന്നത് വേണ്ടെന്നേ ഉള്ളൂ. നല്ല അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫുക്കറ്റിൽ എത്തി ഗൈസ്. അപ്പോൾ ഇനി പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, ജസ്റ്റ് എമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സിമ്മ് എടുക്കണം, പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് കാണാം. ആക്ച്വലി ഉറങ്ങിയിട്ടില്ല, അപ്പോൾ ഞാൻ കുറേയൊക്കെ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ലെറ്റ്സ് സീ.